ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറുതെ ഇരിക്കുമ്പോൾ കുറിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇത് ക്രിസ്പിയാണ്, ഒപ്പം നല്ല സോഫ്റ്റുമാണ്. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ കുറച്ചു കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി ഇതുണ്ടാക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് റവയും 1.5 കപ്പ് മൈദയുമാണ്. മൈദക്ക് പകരം വേണമെങ്കിൽ ആട്ട ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 2 കോഴിമുട്ടയും 1/2 കപ്പ് പഞ്ചസാരയുമാണ്. ആദ്യം നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ച് ബീറ്റ് ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു ഫോർക്ക് കൊണ്ടോ ഹാൻഡ് വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. കേക്കിന് ബീറ്റ് ചെയ്യുന്നത് പോലെ ഒരുപാട് അങ്ങോട്ട് പതപ്പിച്ചെടുക്കണമെന്നൊന്നുമില്ല. മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഈ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് പതപ്പിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ തന്നെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദപ്പൊടിയും റവയും കുറേശ്ശായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം കുറച്ച് മൈദ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം റവ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെച്ച മൈദ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പ്രയാസമാവുമല്ലോ, അതുകൊണ്ടാണ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം റവയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മൈദ കൂടി ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം നിങ്ങൾ ആട്ടയാണ് എടുക്കുന്നതെങ്കിലും ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു നുള്ള് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ മാവ് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി അയഞ്ഞ പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഇനി അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിയുമ്പോൾ ഈ റവയൊക്കെ കുതിർന്നിട്ട് മാവ് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആവും. ഇപ്പോൾ അതാ അരമണിക്കൂർ കഴിഞ്ഞ് മാവ് ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവിനെ വലിയ 4 ഉരുളകളാക്കി വെക്കാം. അതിൽ നിന്നും ഓരോ ഉരുളയും എടുത്ത് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി വട്ടത്തിലും കനത്തിലും പരത്തിയെടുക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഒരു സ്നാക്കാണിത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ മക്കൾ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് കുറിക്കാൻ ബേക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും. ഇപ്പോൾ ഇതാ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി കനത്തിൽ, ഒരു 1/4 ഇഞ്ച് കനത്തിൽ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ വട്ടങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ വട്ടങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുപ്പിയുടെ അടപ്പ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഇതുപോലെ കോയിൻ സൈസ് വട്ടങ്ങളാക്കി മുറിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഷേപ്പ് ചെയ്യാനുണ്ട്. ഇതുപോലെ 2 കൈയിൻ്റെയും 2 വിരൽ ഉപയോഗിച്ചിട്ട് 2 സൈഡിലേക്കും പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഷേപ്പ് കിട്ടും. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു ഷേപ്പ് തന്നെയാണ് ഇത്. കുട്ടികൾക്ക് പോലും ചെയ്യാം. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ബോറടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിൽ ഗെയിമൊക്കെ കളിച്ച് സമയം കളയുമ്പോൾ അവരെ ഒന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ ഈ പണി അവരെ ഏൽപ്പിച്ചാൽ മതി. എനിക്കും മക്കൾ തന്നെയാണ് ഇത് വട്ടമാക്കി മുറിച്ചിട്ട് തന്നത്. പിന്നെ ഇങ്ങനെ ഷേപ്പ് ആക്കണ പണി മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. അപ്പോൾ ഞാനിത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ സ്നാക്ക് ഈ ഷേപ്പ് തന്നെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാൻ തന്നെ ഇവിടെ പകുതി മാവ് വേറൊരു ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കട്ടിയിലാണ് പരത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫോക്ക് അല്ലെങ്കിൽ നമ്മുടെ അരിപ്പുണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈനൊക്കെ കൊടുക്കാം. ഇനിയിപ്പോൾ ഡിസൈൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ അരിപ്പ എടുത്തിട്ടാണ് ഈ ഡിസൈൻ ഉണ്ടാക്കുന്നത്. പിന്നെ 1-2 സ്മൈലി ഫേസൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാമല്ലോ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റിയൊരു സമയമാണ്. ഞാൻ പക്ഷേ മുഴുവനായിട്ട് അങ്ങോട്ട് എടുത്ത് പ്രയോഗിച്ചിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ടേ ചെയ്തിട്ടുള്ളൂ. റവയും മൈദയും ചേർത്ത് കുഴച്ച മാവ് മുഴുവനും നമ്മളിപ്പോൾ പല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്.
ഇത് നമ്മൾ പൊരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് അങ്ങോട്ട് ചുവന്ന് പോവും, ഉള്ളിൽ വേവില്ല. പിന്നെ തീ കുറച്ച് വെച്ചാലാണെങ്കിൽ എണ്ണ കുടിക്കുകയും ചെയ്യും. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരാം. ഇപ്പോൾ അതാ ഏകദേശം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. പിന്നൊരു കാര്യം, ഈ സ്നാക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എടുത്ത് കഴിക്കരുത്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഇതിന് ക്രിസ്പിനെസ് കിട്ടുക. ആദ്യത്തെ ബാച്ച് ഇതാ കോരിയെടുത്തു. അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബിസ്ക്കറ്റ് ഷേപ്പിലാക്കിയെടുത്തില്ലേ, അതാണ്. ഇത് നമുക്ക് അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ കോരിയെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് സമയം ഇതുപോലെ മെനക്കെട്ടാൽ നമുക്ക് എന്നും വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ, പിന്നെ സ്നാക്ക് അന്വേഷിച്ച് ബേക്കറിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഗസ്റ്റ് വരുമ്പോഴും കൊടുക്കാം. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്നാക്ക് ബോക്സിലൊക്കെ ഞാൻ ഇതായിരുന്നു വെച്ച് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്നാക്സൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തണുത്താലാണ് ക്രിസ്പിയായി കിട്ടുക. പിന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ.